ഇന്നലത്തെ വിഷയം ആരും മറന്നു കാണില്ലെന്ന് തോന്നുന്നു. നമ്മുടെ ജി ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് അറിയാലോ, നമ്മുടെ എച്ച് ആണ് ഇന്നത്തെ വിഷയം. എച്ച് ഫോർ ഹ്യൂമിലിറ്റി. എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു വിഷയമാണ് നമ്മുടെ വിനയം. എത്ര ഉയർന്നാലും ഡോക്ടർ, എഞ്ചിനീയർ, IAS എന്തോ ആയിക്കോട്ടെ, എത്ര ഉയർന്നാലും അവർ വിനയമുള്ളവരാണോ അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, അവരുടെ കരിയർ എല്ലാം നല്ല അടിപൊളിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. എപ്പോഴും നമുക്ക് ആവശ്യം ഒരു വിനയ ഭാവത്തോടു കൂടി. നമ്മൾ എത്ര ഉദ്യോഗസ്ഥരായാലും നമ്മളെ അന്വേഷിച്ച ഒരാൾ വരുന്നു, ഒരു കാര്യം തിരക്കാൻ, അവരുടെ ഒരു ആവശ്യത്തിനായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മുമ്പ് ഒരു കസേര ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് സംസാരിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടാം. ഒരുപക്ഷെ നമ്മളെക്കാളും കുറഞ്ഞ ആൾക്കാരായിരിക്കും വരുന്നത്. കുറഞ്ഞ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പദവിയിൽ കുറഞ്ഞ ആൾക്കാരായിരിക്കാം. എന്നാൽ പോലും ചെയർ ഇട്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരുന്ന് അവരുടെ വിഷയം കേൾക്കാൻ എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അത് തയ്യാറായാലും അതും ഒരു തരം വിനയമാണ്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എല്ലാം വിനയത്തിൽ ഉൾപ്പെടും. എന്തിനാണ് നമ്മൾ എത്ര വലുതായാലും മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. ഒരുപോലെ തന്നെയാണ് ജനനവും, ഒരുപോലെ തന്നെയാണ് മരണവും. അപ്പോൾ അതുകൊണ്ട് ആരും വലുതെന്നോ ചെറുപ്പമെന്നോ ചെറുപ്പം മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ചെറുപ്പമില്ലാതെ നമ്മൾ ജനങ്ങളോട് പെരുമാറാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു സമ്പത്താണ്. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിനയം. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, അദ്ദേഹം വിനയത്തോടെ, അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഒരു വിനയത്തോടെ നമ്മളോട് നമ്മുടെ രോഗം തിരക്കിയാൽ അപ്പം തന്നെ നമ്മുടെ പകുതി രോഗം മാറിക്കഴിയും. അതാണ് എല്ലാത്തിലും നമ്മൾ വിനയം പാലിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ നമ്മൾ പഠിപ്പിക്കണം.